الحمدلله رب العالمين نحمده ونستعينه ونستهديه ونسترشده ونؤمن به ونتوكل عليه ونعوذ بالله تعالى من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا وأسوتنا وحبيبنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن أصدق الحديث كلام الله وأصدق الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار عباد الله وإماء الله أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم قل أطيعوا الله والرسول فإن تولوا فإن الله لا يحب الكافرين صدق الله. സ്നേഹാദരണീയരായ വിശ്വാസികളെ സഹോദരി സഹോദരന്മാരെ, രഹസ്യവും പരസ്യവുമായ നമ്മുടെ എല്ലാം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകൾക്കനുസരിച്ച് ഉപദേശ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ക്രമപ്പെടുത്തി ചിട്ടപ്പെടുത്തി ജീവിക്കാൻ, തഖ്വയോടുകൂടി ജീവിക്കാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പടച്ചതമ്പുരാൻ അവൻ്റെ സ്വാലിഹുകളും സച്ചരിതരുമായ അടിയാറുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്, അവിടുത്തെ ജീവിതത്തെ എങ്ങനെയാണ് നമ്മൾ നോക്കിക്കാണേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ചായിരുന്നു ആ ജീവിതത്തിൻ്റെ വ്യത്യസ്ത മാനങ്ങൾ, വ്യത്യസ്ത വശങ്ങൾ മുൻനിർത്തിയുള്ള ചില സംസാരങ്ങൾ നമ്മൾ കഴിഞ്ഞ ഖുതുബകളിൽ നടത്തിയത്. റബീഉൽ അവ്വൽ മാസം പ്രത്യേകിച്ച് ഒരു മുസ്ലിം സമൂഹത്തിൽ കൂടുതലായി പ്രവാചക സ്മരണകൾ ഉള്ളൊരു സമയമാണ്. യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്മരിക്കപ്പെടാതെ ഏതെങ്കിലും ഒരു നിമിഷം ലോകത്ത് കഴിയുന്നുണ്ടോ എന്നുള്ളത് ആലോചിച്ചാൽ അങ്ങനെ ഒരു സമയം തന്നെയില്ല. അത് റബീഉൽ അവ്വലിൽ മാത്രമല്ല, റബീഉൽ ആഖിറിലും ജമാദുൽ അവ്വലിലും ജമാദുൽ ആഖിറിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. ഒരു നിമിഷം പോലും അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറയാതെ ഈ ലോകത്ത് ഒരു നിമിഷം കഴിഞ്ഞു പോകുന്നില്ല. ബാങ്കായി, ഇഖാമത്തായി, നമസ്കാരത്തിലെ പ്രാർത്ഥനകളായി, സ്വലാത്തായി,
അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെയും മുസ്ലിം സമൂഹത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത് ഒരു പരിധിവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹവും താല്പര്യവും മുൻനിർത്തിയാണ് രണ്ടു കൂട്ടരും സംസാരിക്കാറുള്ളത്. ഒരു കൂട്ടർ റബീഉൽ അവ്വലിന് പ്രത്യേകമായൊരു ഫളലുണ്ട് എന്ന് കരുതി അതിൽ പ്രത്യേകമായി ഇബാദത്തുകൾ, അതല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മേലുള്ള സ്വലാത്തുകളും ഒക്കെ അധികരിപ്പിച്ച് കുറച്ചുകൂടി കടന്ന് അതൊരു വർണ്ണാഭമായ ആഘോഷങ്ങളുടെ തലങ്ങളിലേക്കൊക്കെ കടന്ന് അങ്ങനെ ഒരു സ്നേഹം ഞങ്ങൾക്ക് റസൂലിനോടുള്ള സ്നേഹമാണ് എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ആ സ്നേഹത്തെ നമ്മൾ ആരും സംശയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ അതേസമയം ഇപ്പുറത്തൊരു അതിനെക്കുറിച്ചുള്ളൊരു നിരൂപണം, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൻ്റെ മുക്കുമൂലകളെ നമുക്ക് പരിചയപ്പെടുത്തിയ ഒരു വ്യക്തിത്വമായിരിക്കെ അവിടുത്തെ ജീവിതത്തിൽ എന്തൊക്കെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അനുസരണവും ഇത്തിബാഉം, അതായത് പിന്തുടരലുമായി മനസ്സിലാക്കപ്പെടേണ്ടത് എന്ന് നമ്മൾ കരുതേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് അവിടുന്ന് തന്നെ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ള സ്ഥിതിക്ക് റബീഉൽ അവ്വൽ 12 പ്രത്യേകമായി അതല്ലെങ്കിൽ റബീഉൽ അവ്വൽ മാസം പ്രത്യേകമായി അതിൽ ഒരു ഇബാദത്തിന് സമമായൊരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നത് ഒട്ടും അവിടത്തോട് ചെയ്യുന്ന നീതിയല്ല എന്നും പറയുന്നത്. ഈ രണ്ട് വിശകലനവും അതിൻ്റെ താല്പര്യങ്ങളിൽ മനസ്സിലാക്കിയാൽ ചെറിയൊരു, അതിൽ രണ്ടാമത്തെ വിശകലനമല്ല ഞാൻ പറയുന്നു, ഒന്നാമത്തെ വിശകലനം, പ്രവാചകനോടുള്ള ത്വാഅത്ത്, അനുസരണം, ഇത്തിബാ, പിന്തുടരൽ എങ്ങനെയായിരിക്കണം, അതിനെ പർവ്വതീകരിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിൻ്റെ സമയത്ത് പ്രത്യേകിച്ചും അവസാന നാളുകളിൽ പറഞ്ഞതുപോലെ നിങ്ങൾ മറിയമിൻ്റെ പുത്രൻ ഈസയെ അദ്ദേഹത്തിൻ്റെ അനുയായികളെന്ന് വിളിക്കപ്പെടുന്നവർ, നേരിട്ടുള്ള അനുയായികളല്ല, വേണ്ടാത്ത സ്ഥാനത്ത് കൊണ്ടുപോയി വെച്ചതുപോലെ, ആരാധ്യ പുരുഷനാക്കിയതുപോലെ എന്നെ നിങ്ങൾ ആക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പം ഇതൊരു വരമ്പാണ്. നമ്മൾ പാടത്തുകൂടെയൊക്കെ നടക്കുമ്പോൾ ഇങ്ങനെ ഒരു വരമ്പുണ്ടാവും. ഈ വരമ്പിലൂടെ നടക്കുന്നിടത്തോളം ഇത് മഹബത്തായിരിക്കും. പക്ഷെ ചെറുതായൊന്ന് കാല് ഇടറിയാൽ അത് ചേറിലേക്കാണ് വീണു പോവുക എന്നൊരു പ്രശ്നമുണ്ട്. ഇത് പറയുന്നതിന് കേരളത്തിലൊരു പ്രത്യേക സാഹചര്യമുണ്ട്. ഇതെല്ലാ കാര്യങ്ങളും നമ്മൾ അന്താരാഷ്ട്ര വിഷയങ്ങൾ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കേശം, മുടി, അത് 1/2 സെന്റിമീറ്റർ വളർന്നിരിക്കുന്നു എന്ന് കേരളത്തിലെ പ്രമുഖനായൊരു നേതാവ് പറയുക. റബീഉൽ അവ്വലിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇവിടെയുള്ള മഹാഭൂരിപക്ഷം ആളുകൾക്ക് മുമ്പിലും ഇനി പരിചയപ്പെടുത്തുന്നു എന്ന കാരണമാണ് ഈ മാസത്തിന് പ്രത്യേകമായുള്ളതെങ്കിൽ അതാണോ പരിചയപ്പെടുത്തേണ്ടുന്ന വിഷയം എന്നുള്ളതിൽ നമുക്ക് ഫലമായ സംശയമുണ്ട്. അവിടെയാണ് നമ്മൾ പറയുന്ന ആ വരമ്പിൻ്റെ പ്രശ്നം വരുന്നത്. ഇതൊക്കെ റസൂലിനോടുള്ള സ്നേഹമാണ്. 8 കൊല്ലം മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുടിച്ച ഒരു പാനപാത്രമാണ് എന്ന് പറഞ്ഞ് ഇവിടെ നടന്ന ഒരു സമ്മേളനത്തിൽ ആ പാത്രം ഉയർത്തിക്കാണിച്ചിരുന്നു ഇദ്ദേഹത്തിന് കൊടുക്കുന്ന സാഹിബ്. പക്ഷെ ഇന്ന് ഇപ്പോൾ ആ പാത്രത്തെക്കുറിച്ച് ആരും പറയുന്നില്ല. കാരണം അവരുടെ ആളുകൾ തന്നെ അത് വ്യാജമായ പാത്രമാണെന്നും അത് പൊതുസമൂഹത്തിൽ അങ്ങനെ പറയാൻ പറ്റുന്നതാണ് എന്നും കരുതുന്നില്ല. പക്ഷെ മുസ്ലിം സമൂഹത്തിലെ വലിയൊരു വിഭാഗം നമ്മളെയൊക്കെ അതിശയപ്പെടുത്തുന്നതും അതേസമയം സങ്കടകരവുമായൊരു കാര്യം, ഇത് വിശ്വസിക്കുന്നവർ വിശ്വസിച്ചാൽ മതി, അല്ലാത്തവർ വിശ്വസിക്കേണ്ടതില്ല എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. ഒരു നേതാവ് അങ്ങനെ പറയുന്നു എന്നുള്ളതല്ല നമ്മുടെ പ്രശ്നം. മനുഷ്യരിലെ പല നേതാക്കളും പല ആളുകൾക്കും അങ്ങനെ ഉണ്ടാവും. അത് അവരുടെ ഇഷ്ടം,
അത് അവരുടേതായ ചോയ്സ്. പക്ഷെ അതേസമയം മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യർ അതിനെക്കുറിച്ച്, ഇത് വിശ്വാസമില്ലാത്ത നിങ്ങളൊന്നും അതിൽ വിശ്വസിക്കേണ്ടതില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഇങ്ങനെ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, ഇത് നിങ്ങളെ ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്താൻ, ഈ ലോകത്തിന് പരിചയപ്പെടുത്താൻ ബാധ്യതയുള്ള ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതാണോ വളരെ പ്രധാനപ്പെട്ട വിഷയം എന്ന് നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മുടെ വിഷയം അതല്ല. പക്ഷെ നമുക്ക് ഇത് പറയാതെ പോയാൽ ഇതൊക്കെ ഒരു അറിഞ്ഞുകൊണ്ടുള്ള വിട്ടുകളയലായിരിക്കും. നമ്മൾ പല ലോകത്തുള്ള എല്ലാ വിഷയങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഈ സംഗതി മാത്രം ഇങ്ങനെ പറയാതെ വിട്ടുപോകുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചെയ്യുന്ന തന്നെ നീതികേടായിരിക്കും. നമുക്കറിയാം 1978 ഏറ്റവും വലിയ ബെസ്റ്റ് സെല്ലറായി മനസ്സിലാക്കപ്പെട്ടിരുന്ന അമേരിക്കൻ ആസ്ട്രോഫിസിസ്റ്റ് ആയിരുന്ന മൈക്കൽ എച്ച് ഹാർട്ടിൻ്റെ ഒരു പുസ്തകം നമുക്കറിയാം. ദ 100 എന്ന പേരിലാണ് പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ളത്. 100 പേർ മനുഷ്യ സമൂഹത്തെ സ്വാധീനിച്ച, അതായത് മനുഷ്യ സമൂഹത്തിൻ്റെ ചരിത്രത്തെ വളരെ അർത്ഥഗർഭമായി, അതായത് അതിൻ്റെ ഉള്ളടക്കപരമായി സത്താപരമായി സ്വാധീനിച്ച 100 വ്യക്തിത്വങ്ങൾ. അതിനെ തെരഞ്ഞെടുത്തുകൊണ്ട് പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്ന മൈക്കൽ എച്ച് ഹാർട്ട് തയ്യാറാക്കിയ പുസ്തകമാണ്. ആ വർഷത്തെ ബെസ്റ്റ് സെല്ലറാണ്. അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് നേരിട്ട് എല്ലാ വിഷയത്തിലും അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ലോകത്തെ ഏറ്റവും മികച്ച അഭിപ്രായമാണെന്ന് നമുക്കും അഭിപ്രായമില്ല കേട്ടോ. കാരണം അദ്ദേഹത്തിന് ചില വൈറ്റ് സുപ്രീമിസ്റ്റ് അഭിപ്രായങ്ങൾ, വെള്ള വംശീയതയുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ വേറെ ഉണ്ട് എന്നാണ് ചരിത്രം പറയുന്നത്. പക്ഷെ അദ്ദേഹം പറയുന്നത് മനുഷ്യ സമൂഹത്തിൻ്റെ ചരിത്രത്തിൽ അതിനെ മൊത്തം എടുത്തു നോക്കുമ്പോൾ അതിനെ ബോത്ത് ഇൻ സെക്യുലർ ആൻഡ് റിലീജിയസ്, നമ്മൾ മതമണ്ഡലമെന്നും മതേതര മണ്ഡലമെന്നും ഇന്നൊക്കെ നമ്മുടെ നാട്ടിൽ പൊതുവെ വ്യവഹരിച്ച് അതിനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളിൽ ലോകത്തെ അങ്ങനെ സ്വാധീനിച്ച ഒന്നാമത്തെയാണ്. അതല്ലെങ്കിൽ അങ്ങനെ ഒരു റാങ്കിങ് എന്നാണ് അദ്ദേഹം പറയുന്നത്. 100 പേരെക്കുറിച്ചുള്ള പുസ്തകമല്ല, അങ്ങനെ ഒരു റാങ്കിങ് കൊടുക്കുകയാണെങ്കിൽ അതിലൊന്നാമത്തെ ഒരാൾ. അതിലൊരുപാട് പേരുണ്ട്. തത്വചിന്തകന്മാരുടെ കൂട്ടത്തിൽ കൺഫ്യൂഷ്യസ് ഉണ്ട്, അരിസ്റ്റോട്ടിലുണ്ട്, പ്ലാറ്റോ ഉണ്ട്, അതുപോലെ തന്നെ ലിബറലിസത്തിൻ്റെ വക്താവായ ജോൺ ലോക്ക് ഉണ്ട്. ഇനി സയൻറ്റിസ്റ്റുകളുടെ കൂട്ടത്തിലാണെങ്കിൽ ഐസക് ന്യൂട്ടൻ ഉണ്ട്, തോമസ് ആൽവ എഡിസൺ ഉണ്ട്. ഇങ്ങനെ വ്യത്യസ്തരായ മനുഷ്യന്മാരുണ്ട്. ആൽബർട്ട് ഐൻസ്റ്റീൻ ഉണ്ട്. അതുപോലെ ആർട്ടിസ്റ്റുകളുടെ കൂട്ടത്തിൽ നമ്മുടെ ഈ ബിഥോവനുണ്ട്. തത്വചിന്തകന്മാരുടെ കൂട്ടത്തിൽ കാൾ മാർക്സ് ഉണ്ട്. ഈ 100 പേരെ മുന്നിൽ വെച്ചുകൊണ്ടുള്ള ഇസ്ലാമിക ചരിത്രത്തിൽ തന്നെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഏകദേശം 35ാം റാങ്കിന് ശേഷമുള്ള ഒരു സ്ഥലത്ത് അദ്ദേഹം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുവരുന്നത്. അതിൻ്റെ കാരണമായി അദ്ദേഹം വിശദീകരിക്കുന്നത്, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മുസ്ലിമായ ഒരാളുടെ പുസ്തകമൊന്നുമല്ല. അദ്ദേഹം പറയുന്നത് that the Prophet Muhammad sallallahu alaihi wasallam was the most influential person in history. എന്താണ് അതിൻ്റെ കാരണം? ഹി വാസ് സുപ്രീംലി സക്സസ്ഫുൾ. ഈ ലോകത്ത് അത്രമേൽ സക്സസ്ഫുള്ളായ ഒരു മനുഷ്യൻ, ഒരാൾ വന്ന് എന്തൊക്കെയോ പറയുക എന്നുള്ളതല്ല, പറയുന്ന ഒരാൾ എല്ലാ കാര്യത്തിലും വിജയിച്ച് മാതൃകയായി മുന്നിൽ നിൽക്കുന്ന ഒരാൾ. ചരിത്രം നിഷ്പക്ഷമായി പരിശോധിച്ചാൽ അദ്ദേഹമാണ്. ഇൻ ബോത്ത് റിലീജിയസ് ആൻഡ് സെക്യുലർ റെലംസ്, മതേതരവും മതമണ്ഡലവും എന്ന് പറയപ്പെടാവുന്ന 2 പ്രതലങ്ങളിലും അദ്ദേഹമാണ്. ഹാവിംഗ് ബീൻ എ സക്സസ്ഫുൾ പൊളിറ്റിക്കൽ ആൻഡ് മിലിറ്ററി ലീഡർ ആസ് വെൽ ആസ് എ റിലീജിയസ് ഫൗണ്ടർ. ഇന്ന് നമ്മുടെ നാട്ടിൽ പറയപ്പെടുന്ന രാജ്യങ്ങളുടെ നേതാവ് എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ കാണുന്ന മനുഷ്യന്മാരുണ്ടല്ലോ, അതല്ലെങ്കിൽ സൈന്യാധിപന്മാർ, സേനാധിപതികൾ എന്നൊക്കെ പറയുന്ന മനുഷ്യന്മാർ, ആ സ്ഥാനത്ത് നിങ്ങൾ ഒരാളെ കാണുകയാണെങ്കിൽ ആ സ്ഥാനത്തും ആ പ്രവാചകനുണ്ട്. ആസ് വെൽ ആസ് എ റിലീജിയസ് ഫൗണ്ടർ, ഒരു മതനേതാവ് എന്നുള്ള അർത്ഥത്തിലും അദ്ദേഹത്തിന് പ്രാധാന്യമുണ്ട്. ഹൂസ് ടീച്ചിങ്സ് ആൻഡ് ദ റിലീജിയൻ ഓഫ് ഇസ്ലാം ഹാവ് ഷേപ്ഡ് ബില്യൺസ് ഓഫ് ലൈവ്സ്. ശതകോടികളുടെ ജീവിതത്തെ നിർണയിച്ച വലിയൊരു മാറ്റം, ഒരു പാത്ത് ബ്രേക്കിംഗ് എന്നൊക്കെ പറയാവുന്ന വളരെ അടിസ്ഥാനപരമായ ഒരു മാറ്റം ലോകത്തുണ്ടാക്കിയത് അദ്ദേഹമാണ്, അവസാനത്തെ പ്രവാചകൻ.
ഇത് നമ്മൾ മഹത്വം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വം ലോകത്തിന് മുമ്പിൽ പറയാൻ വേണ്ടി ഏതോ ഒരാളെടുത്ത് ഉദ്ധരിക്കുന്നതല്ല. നമുക്ക് അങ്ങനെ ഒരു ഉദ്ധരണിയുടെ ആവശ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മനസ്സിലാക്കാൻ ആവശ്യമില്ല. അതാദ്യം മനസ്സിലാക്കണുണ്ടോ. നമ്മുടെ ചില ആളുകളുടെയൊക്കെ പ്രശ്നം അങ്ങനെയാണ്. ഈ കോട്ടിങ്ങാണ് ലോകത്തിൽ മുഹമ്മദ് നബീനെ പരിചയപ്പെടുത്താനുള്ള, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മറ്റുള്ളവർക്ക് മുമ്പിൽ പരിചയപ്പെടുത്താനുള്ള ഒരേ ഒരു സോഴ്സ് എന്ന് കരുതും. ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മുഹബ്ബത്തുണ്ട് എന്ന് പറഞ്ഞ് ഇപ്പുറത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്ഥാപിക്കുന്നതിന് വേണ്ടി ഒരു ഭാഗത്ത് പാനപാത്രത്തെക്കുറിച്ചും തിരുകേശത്തെക്കുറിച്ചും പറയുക, മറുഭാഗത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായി പോലും അല്ലാത്ത ഒരാൾ ഇപ്പുറത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാഠങ്ങളെക്കുറിച്ച് വേറൊരു ഭാഗത്ത് പറയാം. ഇത് രണ്ടു തമ്മിലുള്ള അകലങ്ങളെ നമ്മളൊന്ന് മനസ്സിലാക്കി നോക്കും. ശരിയാണ്, നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹം ഉണ്ട്, ഇത്വാഅത്ത് ഉണ്ട്, ഇത്തിബാ ഉണ്ട് എന്ന് നമ്മൾ സമ്മതിക്കാം. അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിക്കുകയും നമുക്ക് അതിനനുസരിച്ച് ദറജകൾ തരികയും ചെയ്യേണ്ട കാര്യമാണ്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള നമ്മളുടെ ബാധ്യതയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ബാധ്യത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ്. ലിതകൂനു ശുഹദാഅ അലന്നാസ് കമാ യകൂന റസൂലു അലൈക്കും ഷഹീദാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് മുമ്പിൽ എങ്ങനെയാണ് ഉണ്ടായിരുന്നത്, എങ്ങനെയാണോ ഷഹീദും ഷാഹിദുമാണ് റസൂൽ എന്ന് ഖുർആൻ പറയുന്നത്. അതായത് സത്യസാക്ഷ്യം നിർവഹിച്ച ആള്, ഇനി അതല്ല, ഇനി പൂർണ്ണാർത്ഥത്തിൽ അതിൻ്റെ ജീവിത സാക്ഷ്യമായി ഏതെങ്കിലും ഒരു മേഖലയിൽ ഇപ്പൊ ഞാൻ ചെയ്തൊരു കാര്യം ഇസ്ലാമല്ല കേട്ടോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ മുൻനിർത്തി ഒരാൾക്കും ശങ്കിക്കുകയോ സംശയിക്കുകയോ ചെയ്യേണ്ടതില്ലാത്തൊരു അവസ്ഥ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിലാണ്. ഇതെങ്ങനെയാണ് സാധ്യമാകുക? ഇതെങ്ങനെയാണ് സാധ്യമാകുക? നമ്മളൊന്ന് ആലോചിക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് മനുഷ്യരോട് നേരിട്ട് സംസാരിക്കുക എന്നുള്ളത് അങ്ങനെ ഒരു പരിപാടി ഇല്ല. ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ഒന്നുകിൽ പ്രവാചകന്മാർ മുഖേന, അല്ലെങ്കിൽ ഹിജാബുകൾ മുഖേന, മറകൾ മുഖേനയാണ് പ്രവാചകന്മാരോട് തന്നെ സംസാരിക്കുന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരോട് സംസാരിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തരോടും സംസാരിക്കാൻ വേണ്ടി തെരഞ്ഞെടുക്കുന്ന ദൂതനാണ്. അതുകൊണ്ടാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇതാണ് കലിമത്തു തൗഹീദ്. രണ്ട് ഷഹാദത്ത് കലിമല്ല കേട്ടോ, ഷഹാദത്ത് കലിമ ഒന്നാണ്. ഷഹാദത്ത് കലിമയുടെ രൂപം ഇതാണ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. എന്താണ് അതിനർത്ഥം? ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങൾക്ക് ഒരുപാട് ഇലാഹുണ്ട്. മക്കക്കാർക്ക് ഒരുപാട് ഇലാഹുണ്ടായിരുന്നു, ഒരുപാട് നേതാക്കളുണ്ടായിരുന്നു, ഒരുപാട് മഹാന്മാരുണ്ടായിരുന്നു. ലാത്തയും ഉസയും മനാത്തയൊക്കെ അത്തരത്തിൽ മഹൽ പുരുഷന്മാരായിരുന്നു. ഓരോ ഗോത്രങ്ങൾക്കും 360ഓളം വിഗ്രഹങ്ങൾ കഅബക്കകത്തും പുറത്തും ഉണ്ടായിരുന്നു. ഓരോ ഗോത്രത്തിന്റെ സ്ഥാനം അനുസരിച്ച് ഉള്ളിലും, ആ ഗോത്രങ്ങൾക്ക് ഖുറൈശികളോടുള്ള അടുപ്പവും അകലവും അനുസരിച്ച് പുറത്തും ഇങ്ങനൊരു സ്ഥാനം ഉണ്ടായിരുന്നു. ഇവിടെ വെച്ചാണ് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ഇലാഹുകളൊക്കെ അപ്രസക്തമാണ്. ഇല്ലല്ലാഹ്, നിങ്ങൾ പറയുകയും നിങ്ങൾ അറിയുകയും ചെയ്യുന്ന ഒരു അള്ളാഹ് ഉണ്ടല്ലോ. മക്കക്കാർക്ക് ഒരു അള്ളാഹിനെ അറിയാം. മക്കക്കാരെ സംബന്ധിച്ചിടത്തോളം ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു, പിന്നീട് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ ഖുത്ബയുടെ അവസാനം പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് എത്ര ഇലാഹുണ്ട്, കം ഇലാഹൻ തഅബുദ്, എത്ര ഇലാഹിനെയാണ് നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു 7 ഇലാഹുകളെയാണ്. 6 ഫിൽ അർള് വവാഹിദുൻ ഫിസ് സമാ. 6 ഭൂമിയിൽ, 1 ആകാശത്ത്. അപ്പൊ ചോദിച്ചു, ആരോടാണ് ഇദാ ജുഅത്, നീ വിശന്നാൽ ആരോടാണ് നീ ഇബാദത്ത് ചെയ്യുക, നീ ചോദിക്കുക? മൻ ഫിസ് സമാ, ആകാശത്തുള്ളവൻ.
നീ രോഗിയായാൽ ആരോടാണ് ശിഫയോട് ശിഫക്ക് വേണ്ടി തേടാറുള്ളത്? ആകാശത്തുള്ളവൻ. മക്കക്കാർക്ക് അതിലൊരു സംശയമില്ല. വിശുദ്ധ ഖുർആൻ ഒരാവർത്തി അതിൻ്റെ വ്യാഖ്യാനം പോകട്ടെ, അതിൻ്റെ അർത്ഥം തന്നെ എടുത്ത് പരിശോധിച്ചാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് മനസ്സിലാകും, അള്ളാഹു എന്നുള്ള സങ്കല്പത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യർ ആ നമ്മൾ പറയുന്ന ഈ ബഹുദൈവ വിശ്വാസികൾ എന്ന് പറയുന്ന കൂട്ടത്തിലുണ്ട്. പക്ഷെ അവരുടെ പ്രശ്നം, ആ അള്ള ഉണ്ടായിക്കോട്ടെ, ആ അള്ളയോടൊപ്പം വേറെ ഇലാഹുകളും എന്ന് പറയുന്നത് അവിടെ അതിനെ നിരാകരിക്കുകയും അതിനെ തള്ളിക്കളയുകയും എന്നുള്ളത് പ്രശ്നമാണ്. രസകരമായൊരു കാര്യം, 1920കളിൽ ഇന്ത്യയിൽ ഗർവാപ്പസി പ്രസ്, ഇപ്പം നമ്മൾ 2014 നരേന്ദ്രമോദി വന്നതിന് ശേഷമൊക്കെയാണ് ഇപ്പോൾ ഗർവാപ്പസി കൂടുതൽ കേൾക്കാൻ തുടങ്ങിയത്. 1925കളിൽ ഇന്ത്യയിൽ ഗർവാപ്പസി പ്രസ്ഥാനം വളരെയധികം ശക്തമായി പുറപ്പെട്ടൊരു സംഗതിയാണ് അത്. അതായത് ഇർത്തിദാദ്, നമ്മൾ പറയുന്ന മതപരിത്യാഗം ഇന്ത്യയിൽ വളരെ വ്യാപകമായൊരു സമയം. 1929 തബ്ലീഗ് പ്രസ്ഥാനമൊക്കെ കൂടുതലുണ്ടായി വരുന്നത് 1929 മേവാത്ത് കേന്ദ്രീകരിച്ചുകൊണ്ട് മൗലാന ഇല്യാസ് കാന്തലവിയുടെ നേതൃത്വത്തിൽ ഈ തബ്ലീഗ് പ്രസ്ഥാനം ഉണ്ടാവും. ഓരോ പ്രസ്ഥാനം ഉണ്ടാവുന്നതിന് പിന്നിലൊക്കെ ഓരോ ചരിത്രമുണ്ട് കേട്ടോ. ഈ പ്രസ്ഥാനങ്ങൾക്കൊക്കെ ചരിത്രപരമായ പ്രസക്തിയുണ്ട്. അതായത് ഇസ്ലാമിലേക്ക് വീണ്ടും ആളുകളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമം നടത്തിയ പ്രസ്ഥാനം. നമ്മുടെ വിഷയം അതല്ല. ആ സമയത്ത് ഈ സ്വാമി ശ്രദ്ധാനന്ദ എന്ന് പറയുന്ന അന്നത്തെ ഹിന്ദു മഹാസഭയുടെ നേതാവും പിന്നീട് വളരെ കോൺട്രവേഴ്ഷ്യലായി വിവാദപരമായ ഒരു സാഹചര്യത്തിൽ കൊല്ലപ്പെടുകയൊക്കെ ചെയ്യുന്ന സ്വാമി ശ്രദ്ധാനന്ദ, അന്ന് അദ്ദേഹം നിർദ്ദേശിച്ചത് ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്ന ആവശ്യം എന്താണ്? അവർ അള്ളാഹിനെയാണ് ഇബാദത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അള്ളാഹുവിനെ അവർ ഇബാദത്ത് ചെയ്തോട്ടെ. വേണമെങ്കിൽ മുഹമ്മദിൻ്റെ ഒരു പ്രതിമ വേണമെങ്കിൽ ഞങ്ങളുടെ അമ്പലത്തിൽ വെക്കാനുള്ള അനുമതിയും ഞങ്ങൾ തരാം. സ്വാമി ശ്രദ്ധാനന്ദ ഉണ്ടോ പറയുന്നത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. മക്കക്കാരുടെ ഈ ഒരു പ്രശ്നം, അതായത് അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ളത് ഇത് പരിചയപ്പെടുത്തുന്ന റസൂൽ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ലാ ഇലാഹ ഇല്ലല്ലാ, വേറൊരു ഇലാഹും ഇല്ല. ഖുൽ ഹുവല്ലാഹ്, നിങ്ങൾ ഈ പറയുന്ന അല്ലാഹ് ഉണ്ടല്ലോ, അഹദ്, ഒന്നാണ്. അല്ലാഹു സ്വമദ്, വേറെ ആരുടെയും സപ്പോർട്ട് ആവശ്യമില്ല. അവൻ സ്വയം നിലക്ക് സ്വാശ്രയനാണ്. അതുപോലെ തന്നെ മറ്റുള്ളവരെല്ലാം അവനെ ആശ്രയിക്കേണ്ടവനുമാണ്. രണ്ടർത്ഥമുണ്ട് സ്വമദിന്. അതായത് മറ്റുള്ളവരെ ആശ്രയിക്കാൻ എന്തു വന്നാലും മറ്റുള്ളവർ ബാധ്യസ്ഥരാണ്, അല്ലാതെ രക്ഷയില്ല അവർക്ക്. അവനാകട്ടെ മറ്റുള്ളവരുടെ മേൽ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. ലം യലിദ്, ചിലർ പറയുന്നത് പോലെ അവന് സന്താനങ്ങളില്ല. അത് നിരാകരണമാണ്. ലോകത്ത് അള്ളാഹു ദൈവം എന്ന് പറയുന്ന സങ്കല്പത്തെക്കുറിച്ച് ലോകത്ത് മനസ്സിലാക്കപ്പെടുന്ന വിവക്ഷകളെ ഈ റസൂൽ വന്നാ പൊളിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്നുള്ളത് ഇത് വേർതിർത്തിയിട്ട് പറയാൻ പറ്റൂല. ഈ റസൂൽ വന്നിട്ടാ പറയുന്നത് ലം യലിദ്, മക്കളില്ല. പലരും കരുതുന്നത് പോലെ മക്കാർക്ക് അങ്ങനെ വിശ്വാസമുണ്ട്. അള്ളാഹിൻ്റെ പെൺമക്കളാണ് ഇവർ മലക്കുകൾ. ചില വിഗ്രഹങ്ങൾ അങ്ങനെ ഉണ്ടായിരുന്നു, പെൺമക്കൾ. ഖുർആൻ ചോദിച്ചു അലക്കുമുൽ ബനാത്തു വലഹുൽ ഉൻസ. ഇത് വല്ലാത്തൊരു വിതരണമുള്ളൂ. നിങ്ങൾക്ക് പെൺകുട്ടികൾ അല്ല, അള്ളാഹ്ക്ക് പെൺകുട്ടികളും നിങ്ങൾക്ക് ആൺകുട്ടികളും. ചിലരാകട്ടെ ദൈവപുത്രന്മാരെ സങ്കല്പിച്ചു. ഖുർആൻ അതിനെയും വിമർശിച്ചല്ലോ. എന്താണ് ഈ വിമർശനത്തിന്റെ പ്രശ്നമില്ല. ഇത് റസൂലുള്ളാഹി അവസാനത്തെ റസൂലാണ്. ഈ ലോകത്തിന് ഇനി ഒരു ഹിദായത്ത് വരാനില്ല. ഈ ലോകത്ത് പ്രമാണപരമായി ഇനി ഇങ്ങനെയൊരു സത്യം വരാനില്ല. വലം യകുല്ലഹു കുഫുവൻ അഹദ്. നിങ്ങൾ സാമ്യത, സാദൃശ്യം, താദാത്മ്യം, അതല്ലെങ്കിൽ താരതമ്യം എന്തെങ്കിലും ദൈവവുമായി നടത്തിയാൽ അത് ദൈവമല്ല. ഞാൻ ചോദിക്കട്ടെ, അതല്ലെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ടവരെ. ഈ അള്ളയെ ആരാണ് പരിചയപ്പെടുത്തിയത്? അള്ള നേരിട്ട് വന്ന് പറഞ്ഞതാണ്? അല്ലല്ലോ. ഈ അള്ളയെ പരിചയപ്പെടുത്തുന്നത് റസൂലുള്ളാഹിയാണ്. ഈ റസൂൽ വന്നിട്ടാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ റസൂലിലാണ് ആദ്യം വിശ്വസിക്കുന്നത്. മക്കയിൽ ആദ്യത്തെ 3 കൊല്ലവും 2 മാസവും
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 30 പേരെയാണ് കിട്ടിയത്. 29 പേരാണെന്നും ചരിത്രമുണ്ട്. 1000 ദിവസങ്ങളിലധികം പ്രബോധന പ്രവർത്തനം നടത്തിയിട്ട് 30 പേരെ കിട്ടി. ആദ്യത്തെ ഒരു 3 മാസം കൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 15 പേരെ കിട്ടിയിരുന്നു. പിന്നെ അത് 3 വർഷം കൊണ്ടാണ് ശേഷമുള്ള 14 പേരെ കിട്ടിയത്. നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പറയുമ്പോൾ ഒറ്റയടിക്ക് പലതും അങ്ങനെ പറയും. ഇതിനു വേണ്ടി ഒരു വ്യക്തിത്വം സഹിച്ച ത്യാഗം നമ്മൾ ആലോചിക്കണം. ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആസാരിഹിം ലം യുഅ്മിനൂ ബിഹാദൽ ഹദീസ് അസഫാ. അൽ അമീൻ എന്നായിരുന്നു സ്ഥാനപ്പേര്. വിശ്വസ്തൻ. എന്തും ആളുകൾ സൂക്ഷിച്ചേൽപ്പിച്ച് കണ്ണടച്ച് തിരിച്ചു പോകുമായിരുന്ന കൂട്ടർ. പക്ഷേ ഇത് വന്ന് പറഞ്ഞപ്പോൾ ആളുകൾ പറയാൻ തുടങ്ങി കാദിബ്, മജ്നൂൻ. ഇത് പരസ്യപ്രബോധനത്തിൻ്റെ ഘട്ടത്തിൽ എത്തിയിട്ടില്ല. പരസ്യപ്രബോധനത്തിൻ്റെ സമയത്താണ് ഇത് പറയുന്നത്. ആദ്യത്തെ 3 വർഷം എത്ര നൊമ്പരം ഉണ്ടാവും. രണ്ടാമത്തെ ഘട്ടം മക്ക ജീവിതത്തിൻ്റെ ആദ്യത്തെ 10 വർഷം പരിശോധിക്കുമ്പോൾ അതിൽ പീഡന പർവങ്ങൾ തുടങ്ങുന്നത്, അതിൽ പരീക്ഷണങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും ഘട്ടം തുടങ്ങുന്നത് സ്വന്തം കുടുംബക്കാരിൽ നിന്ന്. അതുവരേക്കും വിശ്വസ്തൻ എന്ന് തന്നെ വിളിച്ച കൂട്ടർ നാട്ടുകാർ അടിച്ചോടിക്കുകയും കൊല്ലാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നൊരു സാഹചര്യം. റസൂലേ, താങ്കൾക്ക് ഈ ദൗത്യത്തിൽ നിന്ന് പിന്മാറിപ്പോയെന്ന് മരിച്ചു കളഞ്ഞാലോ എന്ന് താങ്കൾക്ക് തോന്നും. ഇങ്ങനെ ഒരു ദൗത്യം നിർവഹിച്ച ആളായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലിൻ്റെ സ്ഥാനത്ത് ആ ഡ്യൂട്ടി നിങ്ങൾ ചെയ്യണമെന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹിച്ച ത്യാഗങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉയർത്തിപ്പിടിച്ച കഷ്ടനഷ്ടങ്ങളുണ്ട്. ഇതില്ലാത്തൊരു റസൂലിനെ ഖത്തറിലെ ഇബ്നു ഖൽദൂൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മേധാവിയും പ്രമുഖ അക്കാഡമീഷ്യനുമായ സമകാലിക ചിന്തകനായ നായിഫ് ബിൻ നഹാർ, അദ്ദേഹം കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഒമാനിൽ നടത്തിയൊരു പ്രഭാഷണത്തിൽ പറയുന്നുണ്ട്, അൽ ഇസ്ലാമുൽ മജ്ജാനി. പുതിയ കാലത്തൊരു പുതിയ ഇസ്ലാം വരുന്നുണ്ട്, അൽ ഇസ്ലാമുൽ മജ്ജാനി. സൗജന്യ ഇസ്ലാം, സൗകര്യ ഇസ്ലാം, ഒരു സൗജന്യ നബി. ഒരു റസൂൽ ചെയ്ത പണിയൊന്നും എടുക്കേണ്ടതില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത കഷ്ടനഷ്ടങ്ങളൊന്നും സഹിക്കേണ്ടതില്ല. അൽ ഇസ്ലാമുൽ മജ്ജാനി, സൗജന്യ ഇസ്ലാം. ഒരു റിബേറ്റ് നിരക്കിലിട്ടിട്ട് ഫ്രീ ആയിട്ട് അങ്ങോട്ട് കൊടുക്കുന്ന ഇസ്ലാം. പ്രിയപ്പെട്ടവരെ, ലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് അതുവരേക്കും, അതായത് പാത്ത് ബ്രേക്കിംഗ്, നേരത്തെ മൈക്കൽ എച്ച് ഹാർട്ട് പറഞ്ഞതടക്കമുള്ള ലോകത്തെ സമൂഹത്തിന് മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് നിങ്ങൾക്കങ്ങനെ മതേതര വിഭജനം സാധ്യമല്ലാത്ത, ജീവിതത്തിൻ്റെ മുക്കുമൂലകളിൽ ഏതെങ്കിലും ഒരു നിമിഷാർദ്ധം പോലും അള്ളാഹുവിൻ്റെ ഇബാദത്തിൽ നിന്ന് മാറി നിൽക്കാൻ തരമില്ലാത്ത ഒരു ദീനാണിത്. ഇതാണ് ഇസ്ലാം. ഇത് പറഞ്ഞ് പരിചയപ്പെടുത്തുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. അതുകൊണ്ട് ആ കഷ്ടനഷ്ടങ്ങൾ ജീവിതത്തിലേക്ക് ആവാഹിക്കാൻ, പ്രത്യേകിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ റസൂല് പറഞ്ഞ ഇനി സുന്നത്ത് പോലും സാദുൽ മആദിൽ മഹാനായ ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, നമ്മുടെ ആളുകൾക്കുള്ള ഒരു തെറ്റിദ്ധാരണ എന്ന് വെച്ചാൽ അള്ളാഹ് പറഞ്ഞു ഫർള്, റസൂല് പറഞ്ഞ് സുന്നത്ത്. അങ്ങനെയാണോ? വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യുഹാ. അല്ലാഹു റസൂലിലൂടെ നിർബന്ധമാക്കിയത് നമുക്ക് നിർബന്ധം, ഫർള്. അല്ലാഹു റസൂലിലൂടെ നമുക്ക് സുന്നത്താക്കിയത് സുന്നത്ത്, നവാഫിലാക്കിയത് നവാഫിൽ, അതായത് ഐച്ഛികമായ കാര്യങ്ങൾ. അതിൽ നിങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് മതിയായ പ്രമാണങ്ങൾ വിട്ടുപോന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റിലേക്ക് തിരിച്ചു വന്നാൽ, നിങ്ങൾ എന്നെ പിൻപറ്റൂ എന്നുള്ളതിന് പുതിയ കാലത്ത് നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമുണ്ട്. മതങ്ങളോട് തന്നെ ആളുകൾ, പുതിയ ജനറേഷനൊക്കെ മുന്നിൽ വെച്ച് നമ്മൾ ആലോചിക്കണം. മതങ്ങളോടും മതമൂല്യങ്ങളോടും തന്നെ മനുഷ്യർ എതിര് നിൽക്കുന്നൊരു കാലമാണ്, പുറംതിരിഞ്ഞ് നിൽക്കുന്ന കാലമാണ്. ഈ കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവതരിപ്പിക്കുക എന്നുള്ളൊരു ഡ്യൂട്ടി ഉള്ള മുസ്ലിങ്ങൾ, അവർ ഏത് മുൻഗണനയിലാണ് ഇത് അവതരിപ്പിക്കേണ്ടത്? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ, അദൃശ്യവും അഗോചരവുമായ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവർന്ന്. ഇപ്പൊ സ്വഹാബികളെ സംബന്ധിച്ചിടത്തോളം റസൂൽ അവരുടെ മുമ്പിലുണ്ട്. സ്വഹാബെ കിറാമിനെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മുമ്പിലുണ്ട്.
അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവരുന്ന കാര്യമാണ് അവരെ സംബന്ധിച്ചിടത്തോളം എന്ത്? ഗൈബ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഇവരിൽ ഇന്നുള്ള പലരെ സംബന്ധിച്ചിടത്തോളം ഗൈബാണ്. റസൂലിന്റെ ചരിത്രം റസൂലിനെ നേരിട്ട് കാണാത്തവരാണ്. 1500 കൊല്ലങ്ങൾക്ക് ഇപ്പുറമാണ് നമ്മളുള്ളത്. ഇവിടെ റസൂലിനെ പരിചയപ്പെടുത്തേണ്ടുന്ന ആദ്യ ശ്രമത്തിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മനുഷ്യരെ അകറ്റുകയും റസൂലിനെ കുറിച്ച് റസൂലിന്റെ വ്യക്തിചിത്രം വികലമാക്കുകയും ചെയ്യുന്ന രീതിയിലാണോ നമ്മൾ അവതരിപ്പിക്കേണ്ടത്? കാരണം നമുക്ക് മാത്രമുള്ള റസൂലല്ല. വമാ അർസൽനാക ഇല്ലാ കാഫത്തൽ ലിന്നാസ് എന്നാണ്. ഈ ലോകത്തെ മൊത്തം മനുഷ്യരുടെ റസൂലാണ്. നമുക്കൊക്കെ ബൈ ചാൻസിൽ കിട്ടിയതായിരിക്കും, ബൈ ബർത്ത് കിട്ടിയതായിരിക്കും ഈ ഇസ്ലാമും ഈ റസൂലിനെ കുറിച്ചുള്ള അറിവ്. പക്ഷെ ഈ ലോകത്തോട് നമുക്ക് പറഞ്ഞറിയിക്കാൻ ബാധ്യത ഈ ലോകർക്ക് മുഴുവൻ കിട്ടണത്, ഈ ലോകത്തിന് മുഴുവൻ ആവശ്യമുള്ള വെളിച്ചമാണത്. ഹുദൽ ലിന്നാസ് ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസ് ഖുൽ അഊദു ബിറബ്ബിന്നാസ്. ഒക്കെ നാസാണ്. ഇത് ജനങ്ങൾക്ക് ലഭ്യമാകണം എന്നുള്ള ഒരു പ്രബോധനപരമായൊരു ഡ്യൂട്ടി കൂടി നമുക്ക്, പ്രത്യേകിച്ചും ഇത്തരം സന്ദർഭങ്ങൾ ആ ആലോചനക്ക് നമുക്ക് പ്രചോദനമാകുന്നു, കരുത്തേകുന്നുവെങ്കിൽ നല്ല കാര്യമാണ്. പക്ഷേ നേരത്തെ പറഞ്ഞ മഹബത്തിന്, സ്നേഹത്തിന് നമ്മൾ കൂടുതലായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർക്കുകയും പിന്തുടരുകയും അതിനേക്കാളേറെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മേൽ സ്വലാത്ത് അധികരിപ്പിക്കുകയും ചെയ്യുന്നു, നല്ല കാര്യം. പക്ഷേ ഏറ്റവും അവസാനം ഇപ്പോൾ അവരുടെ കൂട്ടത്തിൽ തന്നെ പണ്ഡിതന്മാർക്ക് പറയേണ്ടി വരുന്നു, ഈ ആഘോഷവേളകൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഈ ആഘോഷം എന്നുള്ള നിലക്ക് മാത്രമല്ല, ഇതൊരു വിപണി കൂടിയാണ്. നബിദിനം എന്ന് പറഞ്ഞിട്ട് DJ ഡാൻസ് കളിക്കാനും ആൾക്കാരുണ്ടാവും, അതിൻ്റെ പിന്നാലെ തുള്ളാൻ ആൾക്കാരുണ്ട്. കാരണം ഈ തുള്ളണവർക്ക് നബിദിനത്തിനേക്കാൾ ആൾക്കാരെ തുള്ളലാണ് വേണ്ടത്. അത് പിന്നെ നബിദിനത്തിൻ്റെ പേരിലായാലും ഇനിയിപ്പോൾ പെരുന്നാളിൻ്റെ ദിവസമാണെന്നുണ്ടെങ്കിലും അതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിനൊരു വിപണി ഉണ്ട് എന്ന് മനസ്സിലാക്കണം. അതെല്ലാ സെലിബ്രേഷനും ഉണ്ട്. ക്രിസ്മസും ഓണവും എന്തും ആകട്ടെ, അതിൻ്റേതായ സാംസ്കാരിക മതപരമായ പശ്ചാത്തലങ്ങൾ ഉള്ളപ്പോഴും ഇതാഘോഷിക്കാൻ വേണ്ടിയിട്ടൊരു വിപണി ഉണ്ടാകും. ആ വിപണികൾക്ക് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം പറയുന്ന പരിധിയിൽ നിന്ന് പോയാൽ, അതെല്ലാ സൗഹാർദ്ദവും ഇതൊക്കെ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ പറയേണ്ടി വരും, ഇസ്ലാം പറയുന്ന പരിധിക്കപ്പുറമായി. ഇപ്പോൾ ഓണാഘോഷം പരസ്പരമുള്ള നമ്മളുള്ള പൊതു ഇടങ്ങളിൽ പരസ്പരമുള്ള ആളുകൾക്ക് ആശംസകളും അതുപോലെ തന്നെ സന്തോഷമൊക്കെ പങ്കെടുക്കുന്ന നല്ല കാര്യം. പക്ഷെ അതിനപ്പുറം ആരാധനാഘട്ടങ്ങളിലേക്ക് ഇത് നടത്തിപ്പ് തന്നെ ഇവരാകുക, നടത്തിപ്പ് തന്നെ അവരാകുന്നൊരവസ്ഥയിലേക്കാവുക. അതായത് ആരുടെ ആഘോഷമാണെന്നാവുമ്പോൾ മനുഷ്യർക്ക് മനസ്സിലാവുന്നില്ല. ദഫ് കൊട്ടിയിട്ട് മാവേലിനെ വിളിക്കാമെന്ന് പറയുന്നത് ഇതാണ് സൗഹാർദ്ദം എന്ന് വിചാരിക്കണം മനുഷ്യർ. ദഫ് കൊട്ടിയിട്ട് മാവേലിനെ വിളിക്കുമ്പോൾ ഉണ്ടോ കേരളം വിജയിച്ചിരിക്കും. മനുഷ്യർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഉണ്ടാവേണ്ട സാധനത്തിൻ്റെ പേരല്ലേ ഈ സൗഹാർദ്ദം. അല്ലാതെ ദഫ് കൊട്ടിയിട്ട് മാവേലിനെ വിളിക്കുമ്പോൾ സൗഹാർദ്ദം എങ്ങനെയാണ് കൂടുതലുണ്ടാവുന്നത്? അത് കൃത്രിമമായ ഒന്നല്ലേ. മനുഷ്യർ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അയൽപക്കത്തും നാട്ടിലൊക്കെ ഉണ്ടാകേണ്ട സൗഹൃദം ഏതോ ഒരു പ്രത്യേക ദിവസം ഏതോ ഒരു പ്രത്യേക വസ്ത്രം ധരിച്ച് പ്രത്യേക മുട്ടുമ്പോൾ ഡാൻസ് ആടുമ്പോൾ ഉണ്ടാവുന്നു. തെറ്റിദ്ധാരണയാണ് പ്രിയപ്പെട്ടവരെ. ഇത് വ്യവച്ഛേദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് നമ്മൾ അതിലുള്ളൊരു ഫത്വ എന്ന് പറയുന്നതല്ല, പക്ഷേ ഇതൊക്കെ ദീനീപരമായി തന്നെ നമ്മളുടെ ബാധ്യതയും നമ്മൾ മനസ്സിലാക്കുകയൊക്കെ ചെയ്യേണ്ട കാര്യമാണ് എന്നുള്ളത് കൊണ്ട് ഉണർത്തിയതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തുമ്പോഴും ഈ നേരത്തെ പറഞ്ഞ വരമ്പ് പ്രധാനമാണ്. ഓർക്കലും ആലോചിക്കലും അനുസ്മരണവുമൊക്കെ അതിനപ്പുറമുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിനപ്പുറമുള്ള വരമ്പിൽ നിന്ന് ചേറിലേക്ക് വീഴുന്ന ഒരവസ്ഥയിലേക്ക് ഉണ്ടാകരുത്. പടച്ചറബ്ബ് അവൻ്റെ പ്രത്യേക ഹിദായത്തിനാൽ നമ്മയെല്ലാം തൗഫീഖ് പ്രത്യേകമായി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇതാഅത്തുള്ള, ഇത്തിബാഉള്ള, മഹബ്ബത്തുള്ള, റസൂലിനെ കുറിച്ച് അറിയുന്ന, ലോകർക്ക് മുമ്പിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവതരിപ്പിക്കാൻ പറ്റുന്ന അറിവ് നേടുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹിൽ അഹദൽ ഫർദിസ് സമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത വസല്ലംത വബാറക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. ഇബാദല്ലാഹ് വഇമാഅല്ലാഹ് ഊസീകും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി ولا تموتن إلا وأنتم مسلمون. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات
الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم انصر من نصر دين محمد صلى الله عليه وسلم وجعلنا منهم، وخذل من خذل دين محمد صلى الله عليه وسلم ولا تجعلنا منهم. اللهم انصر إخواننا بأرض غزة، بأرض فلسطين، بنصرك العزيز على القوم الكافرين. اللهم انصرهم بنصرك العزيز على الصهيونية الكفرة الجبرة المكرة. اللهم دمر أعداءنا أعداءك أعداء الدين. اللهم هدم حصونهم، اللهم زلزل أقدامهم، اللهم شتت شملهم، اللهم فرق جمعهم، اللهم هدم حصونهم، اللهم أقل نفوذهم يا رب العالمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم، واغفر لنا يا غافر المذنبين، وارحمنا بأنواع رحمتك يا أرحم الراحمين. وصلى الله تعالى على خير خلق محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون، وسلام على المرسلين، والحمد لله رب العالمين. قوموا للصلاة.